ഇനി ആ തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദ്വാരപാലകരാന്ന് പറഞ്ഞ് നടക്കുന്നവർ അദ്ദേഹത്തിനൊപ്പം നിൽക്കണമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്ത. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ആ ഇമ്മീഡിയറ്റ് ക്രൈസിസ് കഴിഞ്ഞു. ഇനി 3 മണിക്ക് നട തുറക്കുമ്പോൾ നമുക്ക് ആൾക്കാരെ തൊഴിച്ചിട്ട് ഈ തിരുമുറ്റം കൂടെ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ നമുക്ക് കയറ്റാൻ പറ്റും. സ്പോട്ട് ബുക്കിങ്ങിന് നമ്മൾ 20,000 എന്നുള്ള ലിമിറ്റ് വെക്കുമ്പോൾ ആ ലിമിറ്റിനുള്ളിലുള്ള ആൾക്കാർ വരാതെ സ്പോട്ട് ബുക്കിംഗ് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും തൊഴാം എന്നുള്ള ധാരണയോടുകൂടി വരുന്നവരാണ് നമുക്ക് അവർ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഇപ്പോൾ എന്തായാലും സ്പോട്ട് ബുക്കിംഗ് ഇല്ല, ഇന്നത്തേക്ക് നാളത്തേക്കുള്ളത് തീർന്നു കഴിഞ്ഞു ഓൾറെഡി. ഇനി സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് പറയാനായിട്ടാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഒന്ന്, അതുകൂടാതെ ഇനി വരുന്ന ആൾക്കാർക്ക് ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ഇത് തോത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുവദിക്കാത്ത രീതിയിൽ നമ്മൾ നിലയ്ക്കൽ വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടില്ല, ഇന്നിപ്പോൾ തൊഴാൻ വരുന്നവന് ചിലപ്പോൾ ഇന്ന് സ്പോട്ട് ബുക്കിംഗ് കിട്ടിയെന്ന് വരില്ല. നിറഞ്ഞു കഴിഞ്ഞാൽ ആ 20,000 ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് അനുവദിക്കില്ല. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്ലോട്ടിലേ അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആൾക്കാർ വരാൻ. അപ്പോൾ നിലയ്ക്കൽ ഒരു ബുക്കിങ്ങും ഇല്ലാതെ വരുന്നവർ അവിടെ കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, 2-3 കാര്യത്തിലുള്ള ഡിസിപ്ലിൻ ഭക്തജനങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ. അതൊന്ന് ഈ ബുക്കിങ്ങിൻ്റെ കാര്യത്തിലാണ്. രണ്ടാമത് നമ്മൾ നിഷ്കർഷിച്ച ക്യൂവിലൂടെ തന്നെ വരിക. അവർ ഈ കാട്ടിലൂടെ പോകുന്നതുകൊണ്ട് വേറെ പല പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം വന്യജീവികളുടെ പ്രശ്നങ്ങളുണ്ട്, പാമ്പുകളുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്. അവരുടെയൊക്കെ സേഫ്റ്റി ഉദ്ദേശിച്ച് പിന്നെ പലയിടത്തും ചെങ്കുത്തായിട്ട് ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കരുതണം. അതുകൊണ്ട് നമ്മൾ നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ ദർശനത്തിന് വരികയും പോവുകയും ചെയ്യുന്നതാണ് എല്ലാവർക്കും ഉത്തമം.